ഞാൻ വാസ്തവത്തിൽ അന്തം വിട്ടുപോയി കേട്ടോ. അതിശയിച്ചു പോയി. രണ്ട് ലോക നേതാക്കളുടെ പ്രതികരണങ്ങളിൽ. അതിലൊന്ന് ട്രംപാണ്. ട്രംപിനോട് ഒരു പത്രസമ്മേളനത്തിൽ പത്രക്കാരൻ, അയാൾ പോളണ്ടിൻ്റെ റേഡിയോ അതിൻ്റെ പ്രതിനിധിയാണ്. ഇയാൾ ചോദിക്കുന്നു, നിങ്ങൾ പുടിനുമായിട്ട് കണ്ടല്ലോ, അതിനുശേഷം കാര്യമായിട്ടൊന്നും സംഭവിച്ചില്ലല്ലോ, എന്താ ഒന്നും ഉണ്ടാവാതിരുന്നത്? പറയുന്നത് ശരിയാണല്ലോ. ഓഗസ്റ്റ് 15-നോ 14-നോ മറ്റോ ആണ് പുടിനും ട്രംപും തമ്മിൽ കണ്ടത്. ആ കാഴ്ചയൊക്കെ നമ്മൾ കണ്ട് വലിയ ആഘോഷമായിട്ട് എന്തോ മലമറിക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്ത കാര്യം. പക്ഷേ അവസാനം റിസൾട്ടൊന്നും ഉണ്ടായില്ല. ഇതാണ് ഈ പോളണ്ട് റേഡിയോക്കാരൻ ചോദിക്കാൻ കാര്യം. ട്രംപിന് ദേഷ്യം വന്നു. ട്രംപ് പറഞ്ഞു, തന്നോട് ആര് പറഞ്ഞു, ആര് പറഞ്ഞു, ഊട്ടോള്ളിയോ എന്നൊക്കെ പറഞ്ഞിട്ട് തട്ടിക്കറിയിട്ട് ട്രംപ് പറഞ്ഞു, ഞാൻ ഇന്ത്യക്ക് പുറത്ത് താരിഫ് ഏർപ്പെടുത്തിയില്ലേ, സെക്കൻഡറി താരിഫ് ഏർപ്പെടുത്തിയില്ലേ, അതൊരു നടപടിയല്ലേ, പുടിനെതിരെയുള്ള നടപടിയല്ലേ അത്. ബില്യൺസ് ആൻഡ് ബില്യൺസ് ഓഫ് ഡോളേഴ്സ് പുടിൻ അതിൽ നഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ടൊരു ബഹളം. എല്ലാവരും നിശബ്ദരായിപ്പോയി, അത്ഭുതം കൊണ്ട് നിശബ്ദരായിപ്പോയി. ഇവിടെ എവിടെയാണ് പുടിന് എന്ത് നഷ്ടമാണ് സംഭവിച്ചത്? നമ്പർ 2, ഈ പുടിനുമായിട്ടുള്ള സംഭാഷണം മുന്നോട്ട് പോകാത്തതിൽ ഇന്ത്യക്ക് താരിഫ് അടിച്ചതിൻ്റെ എന്ത് ന്യായം? ഇന്ത്യക്ക് താരിഫ് അടിച്ചാൽ എന്താ, പുടിനും ട്രംപും തമ്മിലുള്ള സംഭാഷണം മുന്നോട്ട് പോകുമോ? ബട്ട് ട്രംപിന് ദേഷ്യം കൊണ്ട് കണ്ണ് കാണാതെ വന്നിട്ട് വായിൽ തോന്നിയത് വിളിച്ചു പറയുന്നു. കോൺട്രാസ്റ്റ് ദിസ്, ഇത് പുടിനുമായിട്ട് താരതമ്യം ചെയ്യുക. പുടിൻ പത്രക്കാരോട് സംസാരിക്കുന്നു, അതിൻ്റെ വീഡിയോയും പുറത്തു വന്നിട്ടുണ്ട്. അത് മൈതാനം പോലെ പച്ച പുൽത്തകിടിയിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അപ്പോൾ പത്രക്കാർ ഈ മൊത്തം കാര്യങ്ങളെപ്പറ്റി ചോദിക്കുന്നു, എന്തൊക്കെ സംഭവിച്ചു എന്ന്. പുടിൻ ശാന്തമായിട്ട് പ്രതികരിക്കുന്നു. പുടിൻ പറയുന്നു, ഈ ഇന്ത്യ 150 കോടി ജനങ്ങളുള്ള ഒരു സ്ഥലമാണ്, 1.5 ബില്യൺ. സാധാരണ മോദി പറയുമ്പോൾ 1.4 ബില്യൺ എന്നാണ് പറയാറുള്ളത്. പുടിൻ അത് കാലം കുറേ ആയല്ലോ, അതുകൊണ്ട് ജനസംഖ്യാ വർധനവ് വെച്ചിട്ടായിരിക്കും പുടിൻ പറഞ്ഞു 1.5 ബില്യൺ ജനസംഖ്യയുള്ളൊരു രാജ്യം. ആ രാജ്യത്തോട് നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ കുറച്ചുകൂടെ റെസ്പെക്റ്റ് കാണിക്കണം. ഇത് ട്രംപിൻ്റെ പേര് പറയുന്നില്ല കേട്ടോ, ബട്ട് പുടിൻ പറയുന്നു, വെൻ യു ടോക്ക് ടു ദം ഹാവ് സം റെസ്പെക്റ്റ്. ഇതുപോലെയാണ് ചൈന. അവരോട് സംസാരിക്കുമ്പോഴും നിങ്ങൾ ഒരല്പം റെസ്പെക്റ്റ് കാണിക്കണം. രണ്ട് രാജ്യങ്ങൾ വളരെ വലിയ രാജ്യങ്ങളാണ്. സാമ്രാജ്യത്വത്തിൻ്റെ ദുരിതങ്ങൾ ഒരുപാട് അനുഭവിച്ചവരാണ്. ഇമ്പീരിയലിസം, ഈ വാക്കാണ് പുടിൻ ഉപയോഗിക്കുന്നത്. ഇത് ഒരുപാട് അനുഭവിച്ച രണ്ട് രാജ്യങ്ങളാണ്. അവരോട് ഞാൻ നിങ്ങളെ പണിഷ് ചെയ്യും എന്നൊക്കെ പുടിൻ പറയാറുള്ള വാക്കാണ് പണിഷ്മെൻറ്റ്. ഐ വിൽ പണിഷ് ദം ത്രൂ ട്രേഡ് എന്നൊക്കെ പറഞ്ഞിട്ട് പുടിൻ പറഞ്ഞു, ഇങ്ങനെ നിങ്ങൾ പണിഷ് ചെയ്യും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആത്മാഭിമാനമുള്ള രാജ്യങ്ങളല്ലേ. പുടിൻ പറയുന്നു, സി ദേ ഹാവ് ദെയർ പൊളിറ്റിക്കൽ സിസ്റ്റം, ദേ ഹാവ് ദെയർ ഹിസ്റ്ററി, ദേ ആർ ബിഗ് കൺട്രീസ്. നിങ്ങൾ അവരെ അറ്റാക്ക് ചെയ്യുമ്പോൾ അവർ ദുർബലരാണെന്ന് അവരുടെ ജനങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ അവരുടെ പൊളിറ്റിക്കൽ കരിയർ ഇല്ലാതെ പോകും. എത്ര കൃത്യമായിട്ട് പുടിൻ റീഡ് ചെയ്യുന്നു നോക്കുക. ട്രംപിൻ്റെ മുമ്പിൽ ദുർബലനായിട്ട് മോദി കാണപ്പെട്ടാൽ മോദിയുടെ പൊളിറ്റിക്കൽ കരിയറിൻ്റെ അന്ത്യമായിരിക്കും അത്. ഷീ ജിൻപിങ്ങും അതുപോലെ തന്നെ, ശരിയല്ലേ? അപ്പോൾ അതുകൊണ്ട് പുടിൻ പറയുന്നു, അവർ നിങ്ങളുടെ മുമ്പിൽ ദുർബലരായിട്ട് കാണപ്പെടുകയില്ല, നിങ്ങളുടെ തീട്ടൂരം അവർ ചെവിക്കൊള്ളുകയില്ല. ഇതൊക്കെ കഴിഞ്ഞിട്ട് പുടിൻ പറയുന്നു, അതാണ് പഞ്ച് ലൈൻ. പുടിൻ പറയുന്നു, ഇതൊക്കെയാണെങ്കിലും ഈ രണ്ട് രാജ്യങ്ങളും അമേരിക്കയും തമ്മിലുള്ള പ്രശ്നങ്ങൾ താമസിയാതെ അവസാനിക്കും എന്ന് ഞാൻ കരുതുന്നു.
എത്ര റോയലായ, എത്ര നോബിളായ റിപ്ലൈ ആണെന്ന് നോക്കൂ. ഈ ബഹളമൊക്കെ നടക്കുമ്പോഴും പുടിൻ പറയുന്നു സാരമില്ല, അത് നാളെ അവർ സംസാരിച്ച് അത് തീർക്കുമെന്നേ എന്ന് പറയുന്നു. ഇങ്ങനെ പറയണമെങ്കിൽ അസാമാന്യമായ ആത്മവിശ്വാസമുള്ള ഒരു ഭരണാധികാരിക്കേ പറ്റുള്ളൂ. അതാണ് പുത്തിൻ്റെ മേന്മയും. പുത്തിൻ ഏകാധിപതിയാണ്, അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു, നമുക്ക് 110 കാര്യങ്ങൾ പറയാം. ബട്ട് ആ മനുഷ്യൻ്റെ പെരുമാറ്റം ഹൈലി സിവിലൈസ്ഡാണ്. ഇത് ഒരു വീഡിയോ ഇന്ന് ഇറങ്ങിയതാണ് 2 പേരെ പറ്റിയും. ഇത് കള്ള വീഡിയോ ഒന്നുമല്ല കേട്ടോ, AI ജനറേറ്റഡ് ഒന്നുമല്ല, സത്യസന്ധമായ വീഡിയോ. ആ സമയത്താണ് നിർമ്മല സീതാരാമൻ്റെ GSTയെ പറ്റിയുള്ള പ്രഖ്യാപനം. GST കൗൺസിൽ നമുക്കറിയാമല്ലോ, ഇന്നിപ്പോൾ ആർക്കും സ്വന്തമായിട്ട് ടാക്സ് കൂട്ടാനോ കുറയ്ക്കാനോ ഒന്നും പറ്റില്ല. മദ്യവും പെട്രോളും മാത്രമാണ് സംസ്ഥാനങ്ങൾക്ക് സ്വന്തമായിട്ട് ടാക്സ് കൂട്ടാൻ പറ്റുന്ന 2 ഐറ്റം. ബാക്കിയുള്ളതൊക്കെ GST കൗൺസിലിൽ തീരുമാനം വരണം. അടുത്ത GST കൗൺസിലിൽ വലിയ ഇളവുകൾ ഉണ്ടാകും എന്ന് നരേന്ദ്രമോദി ചെങ്കോട്ടയിലെ പ്രഖ്യാപനത്തിൽ പറഞ്ഞിരുന്നു സ്വാതന്ത്ര്യദിനത്തിൽ. അത് ഒഫീഷ്യലാക്കണമെങ്കിൽ GST കൗൺസിൽ കൂടണമല്ലോ. GST കൗൺസിൽ കൂടി എല്ലാ സംസ്ഥാനങ്ങളും പങ്കെടുത്തു. അവർക്കെല്ലാം നിർമ്മല സീതാരാമൻ രാത്രി അല്പം താമസിച്ചു മീറ്റിംഗ് തീർന്നപ്പോൾ. അവർ പത്രസമ്മേളനത്തിൽ വന്നിട്ട് എല്ലാ സംസ്ഥാനങ്ങൾക്കും നന്ദി പറഞ്ഞു. കാരണം ഒരു സംസ്ഥാനം പോലും വരാതിരുന്നില്ല, എല്ലാവരും ഉണ്ടായിരുന്നു. നമ്മളുടെ ധനമന്ത്രി ബാലഗോപാലും ഉണ്ടായിരുന്നു. എല്ലാ സംസ്ഥാനങ്ങളുടെയും പ്രതിനിധിയായിട്ട് ഫൈനാൻസ് മിനിസ്റ്റേഴ്സാണ് GST കൗൺസിലിൽ പങ്കെടുക്കേണ്ടത്. ബാലഗോപാലും പോയിരുന്നു. എല്ലാവരും ഈ ടാക്സ് ഇളവ്, പ്രഖ്യാപിക്കപ്പെട്ട ടാക്സ് ഇളവ്, അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്കറിയാം, പത്രത്തിലും TV-യിലും ഒക്കെ ഒരുപാട് വന്നു കഴിഞ്ഞു. ഏതായാലും മിഡിൽ ക്ലാസ്സിനും അതിന് താഴെയുള്ളവർക്കും വലിയ ആശ്വാസം നൽകുന്ന ടാക്സ് ഇളവാണ് GST കൗൺസിൽ തീരുമാനിച്ചത്. അതിൻ്റെ ക്രെഡിറ്റ്, ആ ടാക്സ് ഇളവിൻ്റെ ക്രെഡിറ്റ് ബാലഗോപാലിനും ഉള്ളതാണ്. കാരണം എല്ലാ സംസ്ഥാനങ്ങളും യോജിച്ചെടുത്ത തീരുമാനമാണ്. അതിനുശേഷം ബാലഗോപാലിന് വേറെ പ്രയാസങ്ങളുണ്ടായി, അതിലേക്ക് ഞാൻ പിന്നെ വരാം. ബട്ട് ഈ തീരുമാനത്തിൽ എല്ലാവരും സഹകരിച്ചു. ശരി, ഈ തീരുമാനം വാസ്തവത്തിൽ ട്രംപിൻ്റെ താരിഫിൻ്റെ ഒരു പ്രതിക്രിയയും കൂടിയാണ്. അത് മാത്രമാണെന്ന് ഞാൻ പറയില്ല. കാരണം മോദി അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു, ഈ താരിഫ് റിവ്യൂ ചെയ്യാൻ ഒരു കമ്മിറ്റിയെ വെച്ചിരുന്നു. ആ കമ്മിറ്റിയുടെ ശുപാർശകൾ സർക്കാരിൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. കാരണം ഒരുപാട് കാലമായി ഈ 4 സ്ലാബ് 5 സ്ലാബിലൊക്കെ കിടക്കുന്നു. ഇതൊക്കെ ലഘൂകരിച്ചിട്ട് 2 സ്ലാബിൽ കൊണ്ടുവരണം എന്ന് ആണ് ആ കമ്മിറ്റിയുടെ ശുപാർശ. അപ്പോൾ സാധാരണ സർക്കാർ ഏകാധിപത്യം കാണിച്ചു എന്നൊക്കെ പറയുന്നതിന് പകരം ഒരു കമ്മിറ്റിയെ വെച്ചിട്ട് ആ കമ്മിറ്റി എല്ലാ സംസ്ഥാനങ്ങളോടും അവരുടെ ഉള്ളിലിരിപ്പ് മനസ്സിലാക്കി ഒക്കെ റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് അതിൻ്റെ പുറത്താണ് GST കൗൺസിലിൻ്റെ ചർച്ചയും ഫൈനൽ അപ്രൂവലും ഒക്കെ വരുന്നത്. ലോങ് പ്രോസസ്സാണത്. എന്തുവായിക്കോട്ടെ, ഈ ടാക്സ് ഇളവുകൾ GST കൗൺസിൽ പ്രഖ്യാപിച്ചു. അവർക്ക് വേണ്ടിയിട്ട് നിർമ്മല സീതാരാമൻ അത് പ്രഖ്യാപിച്ചു. അതും നമ്മൾ TV-യിൽ കണ്ടതാണ്. ട്രംപിനുള്ള മറുപടിയിൽ ഒന്നാണ് ഈ GST കൗൺസിലിൻ്റെ തീരുമാനം. ആഭ്യന്തര ഉപഭോഗം കൂട്ടുക. ടാക്സ് കുറച്ച് കഴിയുമ്പോൾ ആളുകളുടെ വാങ്ങുന്നതിൻ്റെ കപ്പാസിറ്റി കൂടും. അതൊരു ബേസിക് എക്കണോമിക് ട്രൂത്താണ്. ഒരു സാധനത്തിൻ്റെ വില കുറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് വാങ്ങാൻ തോന്നും, നമ്മുടെ പോക്കറ്റിൽ ഒതുങ്ങുന്നതാണ്. എന്നാൽ ഒരെണ്ണം മേടിച്ചേക്കാം. AC-ക്ക് വല്ലാത്ത വിലയായിരുന്നപ്പോൾ 18%, 28% ഒക്കെ ആയിരുന്നു. ഇപ്പോൾ അത് 10% കുറഞ്ഞിട്ടുണ്ട്. എന്നാൽ പിന്നെ ഒരു AC മേടിച്ച് കളയാം. ഇങ്ങനെയൊക്കെ വിചാരിക്കും മനുഷ്യർ. അങ്ങനെ വിചാരിക്കുന്ന കോടാനുകോടി മനുഷ്യരുണ്ടാകും. എല്ലാവരും വിചാരിക്കുമെന്നല്ല, കോടാനുകോടി മനുഷ്യർ അങ്ങനെ വിചാരിക്കും. ചിലർ എന്തു വന്നാലും എനിക്ക് ഈ കുന്തമൊന്നും വേണ്ട എന്ന് തീരുമാനിക്കുന്നവരും ഉണ്ടാകും. ബട്ട് ബൈ ആൻഡ് ലാർജ് വില കുറഞ്ഞു കഴിഞ്ഞാൽ സാധനങ്ങൾ വാങ്ങാനുള്ള ത്വര ആളുകൾക്കുണ്ടാകും. അത് വാങ്ങും. ആളുകളുടെ കയ്യിൽ കാശ് വരും ബേസിക്കലി ടാക്സ് കുറഞ്ഞു കഴിയുമ്പോൾ. ഇങ്ങനെയൊക്കെയാണ് ഈ ടാക്സ് റിഡക്ഷൻ സംഭവിച്ചത്.
നമ്മളുടെ ഈ ട്രംപിൻ്റെ താരിഫ് കൊണ്ട് നമുക്ക് 43% എക്സ്പോർട്ടിൽ കുറവുണ്ടാകും എന്നാണ് കണക്ക്. നമ്മളുടെ ജി ഡി പിയിൽ 0.3 to 0.5% കുറവുണ്ടാകാം ഈ ട്രംപിൻ്റെ താരിഫ് കൊണ്ട്. അപ്പോൾ 0.3 to 0.5 എന്ന് പറഞ്ഞാൽ വലിയൊരു സംഖ്യയാണ്. അപ്പോൾ അത് ഓഫ്സെറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഗാർഹിക അല്ലെങ്കിൽ ആന്തരിക ഉപഭോഗം കൂട്ടുന്നു. ഭാരതത്തിനുള്ളിൽ തന്നെയുള്ള സെയിൽസ് കൂട്ടുന്നു. അതാണ് ഒരു TV ചർച്ചയിൽ നമ്മളുടെ കിറ്റെക്സിൻ്റെ സാബു ജേക്കബ് പറഞ്ഞത്. ടോട്ടലി അമേരിക്കയെ ഡിപ്പെൻഡ് ചെയ്ത് അമേരിക്കയിലേക്ക് എക്സ്പോർട്ട് ചെയ്താണ് എൻ്റെ കേരളത്തിലെയും തെലങ്കാനയിലെയും കമ്പനികൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഞാനത് ഡൈവേർട്ട് ചെയ്തിട്ട് ഇന്ത്യക്കുള്ളിൽ തന്നെ വിൽക്കുന്നു. ഏകദേശം അതിൻ്റെ പകുതി ഇപ്പം തന്നെ എത്തിയിട്ടുണ്ട് വിൽപ്പന. അത് മുഴുവൻ 100% തന്നെ എത്തിക്കാൻ പറ്റും എന്ന് സാബു ജേക്കബ് പറയാനോ കണ്ടെത്താനോ കാരണം ട്രംപിൻ്റെ താരിഫാണ്. അപ്പോൾ ആഭ്യന്തര ഉപഭോഗം കൂട്ടുക, അതിന് വേണ്ടിയിട്ടാണ് ഈ ടാക്സ് ഇളവ് നൽകിയിട്ടുള്ളത്. അതിന് ഫലമുണ്ടാകും എന്ന് SBIയുടെ റിസർച്ച് റിപ്പോർട്ട് അനുസരിച്ച്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റിസർച്ച് റിപ്പോർട്ട് അനുസരിച്ച് 0.6% വർധനവ് ഈ ടാക്സ് ഇളവ് കൊണ്ട്, GST ഇളവ് കൊണ്ട് നമുക്ക് ഉണ്ടാകും. അപ്പോൾ ഏകദേശം GDPയിൽ എത്ര കുറവുണ്ടാകുന്നോ അത്രയും കൂടുതലും വരും. ബൈ ആൻഡ് ലാർജ് ഈ ട്രംപിൻ്റെ താരിഫ് GDPയെ അഫക്റ്റ് ചെയ്യാതെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അപ്പോഴും പ്രശ്നങ്ങൾ ബാക്കിയുണ്ട്. ടെക്സ്റ്റൈൽസ്, ജെംസ്, ജ്വല്ലറി, ഷ്രിംപ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെമ്മീനല്ലേ ആണെന്ന് തോന്നുന്നു, ലെതർ, ഈ ഐറ്റങ്ങളുടെ നമ്മൾ GST ഇട്ട് കളിച്ചത് കൊണ്ടൊന്നും ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പോകുന്നില്ല. കാരണം തൊഴിൽ നഷ്ടമുണ്ടാകും. ഇതിൽ നമുക്ക് മൊത്ത വരുമാനത്തിൽ കുറവുണ്ടായില്ലെങ്കിലും ആ പെർട്ടിക്കുലർ മേഖലയിൽ തൊഴിൽ നഷ്ടമുണ്ടാകും. പ്രത്യേകിച്ച് ഞാനത് പരിശോധിച്ചപ്പോൾ പ്രത്യേകിച്ച് എനിക്കറിയാവുന്ന 2 സ്ഥലങ്ങൾ എന്നുള്ള നിലയ്ക്ക് ടെക്സ്റ്റൈൽസിൻ്റെ കേന്ദ്ര ബിന്ദുക്കളായ തിരുപ്പൂരും സൂറത്തും, ഈ 2 സ്ഥലങ്ങൾ അതെങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്ന് ഞാൻ പരിശോധിച്ചു. അപ്പോഴാണ് അത്ഭുതകരമായ ഒരു കാര്യം കാണുന്നത്. സൂറത്ത് തിരുപ്പൂർ MMF പാർട്ട്ണർഷിപ്പ് എന്നൊരു ഏർപ്പാട് നിലവിൽ വന്നിരിക്കുന്നു. അതായത് സൂറത്തും തിരുപ്പൂരും കൈകോർത്ത് പിടിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. തിരുപ്പൂർ പോയി കണ്ടവർക്കറിയാം. തിരുപ്പൂർ നമ്മുടെ ബനിയൻ ക്ലോത്ത്, ടീഷർട്ട് ഇതിൻ്റെയൊക്കെ കേന്ദ്രമാണ്. തിരുപ്പൂരിൻ്റെ ഒരു പ്രത്യേകത, തിരുപ്പൂർ ഈ സാബു ജേക്കബിനെ പോലെ മാക്സിമം എക്സ്പോർട്ട് ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു സ്ഥലമാണ് തിരുപ്പൂർ. സൂറത്ത് അങ്ങനെയല്ല. സൂറത്തിന് എക്സ്പോർട്ട് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷേ അതല്ല അവരുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അവരുടെ മാനുഫാക്ചറിങ് ആണ്. മാൻമെയ്ഡ് ഫൈബർ, അതാണ് ഈ MMF എന്ന് പറയുന്നത്. മാൻമെയ്ഡ് ഫൈബറിലെ ഉസ്താദുക്കളാണ് സൂറത്തുകാർ. അപ്പോൾ സൂറത്തുകാർ തിരുപ്പൂരിനോട് ചോദിച്ചു, തനിക്ക് എക്സ്പോർട്ട് ചെയ്യാനുള്ള സാമർഥ്യം ഉണ്ടല്ലോ? ഉണ്ട്. ബ്രാൻഡ് ചെയ്യാനുള്ള സാമർഥ്യം ഉണ്ടല്ലോ? ഉണ്ട്. എനിക്ക് സാധനം ഉണ്ടാക്കാനുള്ള മാനുഫാക്ചറിങ് കേപ്പബിലിറ്റി ഉണ്ട്. MMF, മാൻമെയ്ഡ് ഫൈബർ, അത് തൻ്റെ ഇല്ലല്ലോ. താനൊരു പ്രത്യേക ഐറ്റം, നിറ്റ് വെയർ എന്നൊക്കെ പറയുന്ന ആ ഐറ്റമാണ് താൻ ഉണ്ടാക്കുന്നത്. അതെ. അപ്പോൾ നമുക്കൊന്ന് കൈകോർത്താൽ എന്താ? എനിക്കും ഗുണമാണ്, തനിക്കും ഗുണമാണ്. ഓൾറെഡി അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കൈകോർക്കാൻ തീരുമാനിച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിച്ചു, പോയി കണ്ടു. ഞാൻ പറയട്ടെ, ഇത്തരം ആളുകളൊക്കെ ഇവരൊന്നും ഒരു വാർത്താ ചാനലിലോ ആരും നിങ്ങളെ കാണിക്കുകയില്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, ആശീഷ് ഗുജറാത്തി എന്നൊരു വ്യക്തിയുണ്ട്. അദ്ദേഹം ഗുജറാത്ത് ചേംബർ ഓഫ് കോമേഴ്സിൻ്റെ ഫോർമർ പ്രസിഡൻ്റായിരുന്നു. ഇപ്പോൾ പ്രസിഡൻ്റ് അല്ല, ബട്ട് ഫോർമർ പ്രസിഡൻ്റായിട്ട് പോലും ആശീഷ് ഗുജറാത്തി ഇതിന് മുൻകൈയെടുത്തു. അതിനോട് പ്രതികരിച്ചത് KM സുബ്രഹ്മണ്യൻ. ആയിരക്കണക്കിന് കിലോമീറ്റർ ദൂരെയാണ് ഇവർ, ഭാരതത്തിനുള്ളിലാണ്. ബട്ട് ആശീഷ് KM സുബ്രഹ്മണ്യനോട് സംസാരിച്ചു. KM സുബ്രഹ്മണ്യൻ
തിരുപ്പൂർ എക്സ്പോർട്ട് അസോസിയേഷൻ്റെ പ്രസിഡൻ്റാണ്. ഈ പേരുകളൊക്കെ നമ്മൾ തങ്കലിപികളിൽ രേഖപ്പെടുത്തുന്നതാണ് കേട്ടോ. അരുൺ രാമസ്വാമി, MMF സബ് കമ്മിറ്റിയുണ്ട് തിരുപ്പൂർ, മാൻമെയ്ഡ് ഫൈബറിൻ്റെ സൂറത്തുകാരുടെ എക്സ്പെർട്ടീസ് തിരുപ്പൂർ കൊണ്ടുവരാനുള്ള സബ് കമ്മിറ്റിയുടെ ചെയർമാനായിട്ട് അരുൺ രാമസ്വാമി. അപ്പുറത്ത് സൂറത്തിൽ രമൻ മെഗോത്തിയ, സൗത്ത് ഗുജറാത്ത് ചേംബർ ഓഫ് കോമേഴ്സിൻ്റെ പ്രസിഡൻ്റാണ്. ഇതുപോലെ നിരവധി ആൾക്കാർ, ഒരുപാട് പേരുകളുണ്ട് എൻ്റെ കയ്യിൽ. ഞാൻ വായിക്കുന്നത് നിങ്ങൾക്ക് ബോറടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ബട്ട് റിമെമ്പർ, ഈ ആശീഷ് ഗുജറാത്തിയെ പോലെ, KM സുബ്രഹ്മണ്യനെ പോലെ, അരുൺ രാമസ്വാമിയെ പോലെ ഇതുപോലുള്ള മനുഷ്യരാണ് നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ താങ്ങി നിർത്തുന്നത്. ഇതിനെ ഉപദ്രവിക്കാൻ ഡൊണാൾഡ് ട്രംപ്, പിന്നെ പീറ്റർ നവാറോ, ഇതുപോലെയുള്ള വലിയ സായിപ്പന്മാർ ബഹളം വയ്ക്കുമ്പോൾ നമ്മുടെ ആൾക്കാർ സൈലൻ്റ്ലി ഇതിനെ ചെറുക്കാനായിട്ട് പ്രവർത്തിക്കുന്നു. അങ്ങനെ സൂറത്തും തിരുപ്പൂരും തമ്മിൽ കൈകോർക്കുന്നു. താമസിയാതെ അവരുടെ തീരുമാനം, അമേരിക്ക എക്സ്പോർട്ട് ശരി, താരിഫാണ്, ആയിക്കോട്ടെ, നമുക്ക് യൂറോപ്പിലേക്കും ഓസ്ട്രേലിയയിലേക്കും എക്സ്പോർട്ട് ചെയ്യാൻ ആലോചിക്കാം. അപ്പോൾ അങ്ങനെ പാർഷ്യലി നമ്മളുടെ ഒരു 60 to 70% എക്സ്പോർട്ട് താമസിയാതെ നമ്മൾ. അതേസമയം ഈ ഇൻ്റർറെഗ്നത്തിൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. കുറച്ച് തൊഴിലാളികൾക്ക് പണിയില്ലാതെ പോകും, അവർക്കൊരു മിനിമം കൂലിയായിരിക്കും കിട്ടുക, അല്ലെങ്കിൽ മെഷീനില്ല, അത്രയും പ്രൊഡക്ഷൻ്റെ ആവശ്യമില്ല, അപ്പോൾ താൻ വെറുതെ ഇരുന്നോ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഒന്നും ചെയ്യണ്ട, ഞങ്ങളൊരു മിനിമം കൂലി തരാമെന്നൊക്കെ പറഞ്ഞ് ഈ ബുദ്ധിമുട്ട് 1-2 മാസത്തേക്കുണ്ടാകും. പക്ഷേ ഒരു കാര്യം ആലോചിക്കുക, ഇവർ ഇത് ഇന്ന് തുടങ്ങിയതല്ല, ട്രംപ് ഭീഷണിപ്പെടുത്തിയപ്പോൾ തുടങ്ങിയതൊന്നുമല്ല. കൊറോണ കാലത്ത് തന്നെ ഈ പ്രതിസന്ധി ടെക്സ്റ്റൈൽ മേഖല നേരിട്ടിരുന്നു. അന്ന് അതിനെ മറികടക്കാനായിട്ട് തന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയും അതിനെ മറികടക്കുകയും ചെയ്തവരാണ് ഈ പറഞ്ഞ ആശീഷ് ഗുജറാത്തിയും KM സുബ്രഹ്മണ്യം പോലെയുള്ള ആളുകൾ. ഞാൻ മറ്റുള്ളവരുടെ പേര് പറയാത്തത് വിസ്തര ഭയം കൊണ്ടാണ്. ഈ ഒരു കാലത്ത് നമ്മളുടെ 1998 ഈ പൊഖ്രാൻ 2 രണ്ടാം പൊഖ്രാൻ സ്ഫോടനത്തെ തുടർന്ന് നമുക്കെതിരെ സാങ്ഷൻസ് പ്രഖ്യാപിച്ചു. എല്ലാ രാജ്യങ്ങളും, അമേരിക്ക, ഫ്രാൻസ്, ഇംഗ്ലണ്ട്, ആരും ഇനിയും ഭാരതവുമായിട്ട് വ്യാപാരമില്ല എന്നൊക്കെ പറഞ്ഞു. മാസങ്ങൾ അങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നു. ഭാരതത്തിൽ വലിയ വ്യത്യാസമൊന്നും വന്നുമില്ല. നമ്മളൊക്കെ സുഖമായിട്ട് ജീവിച്ചു, ഇല്ലേ? 98 ഓർമ്മയുള്ളവർക്കൊക്കെ ഓർമ്മ, നമ്മളാരും പട്ടിണിയൊന്നും ആയില്ല. നമ്മളുടെ APJ അബ്ദുൽ കലാം, അദ്ദേഹം ഒരു സാമ്പത്തിക വിദഗ്ധനോട് പറഞ്ഞു, അതേ ഈ സാങ്ഷൻസ് നീണ്ടുപോകാൻ വല്ല മാർഗമുണ്ടോ? അപ്പോൾ എക്കണോമിസ്റ്റ് ഞെട്ടിപ്പോയി. ഇതെന്ത് പരിപാടി? സാങ്ഷൻസ് അവസാനിപ്പിക്കാനായിട്ട് ഗവൺമെൻറ് ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അബ്ദുൽ കലാം പറയുന്നു, സാങ്ഷൻ ഒന്ന് നീട്ടിക്കൊണ്ടുപോകാൻ മാർഗമുണ്ടോ എന്ന് നോക്ക്. എന്താ സാർ ഇങ്ങനെയൊക്കെ പറയുന്നത്? അബ്ദുൽ കലാം പറഞ്ഞു, എടോ, നമ്മുടെ നാട്ടുകാർ ജോലി ചെയ്യണമെങ്കിൽ ഇൻവെൻഷൻ, കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക, പുതിയ കണ്ടുപിടുത്തം, ഇതൊക്കെ ചെയ്യണമെങ്കിൽ ഒരു പ്രഷറിൽ വരണം, ഒരു ബുദ്ധിമുട്ട് വരണം, ആരെങ്കിലും വെല്ലുവിളിക്കണം. ഈ വെല്ലുവിളിയാണ് ഈ സാങ്ഷൻസ്. ഈ വെല്ലുവിളി ഇതുപോലെ നിന്നു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യം കുതിച്ച് മുന്നേറും. അങ്ങനെയാണ് നമ്മുടെ ആൾക്കാരുടെ ഒരു മാനസികാവസ്ഥ. അല്ലെങ്കിൽ ഇങ്ങനെ അലസന്മാരായിട്ട് നമ്മളിരിക്കും. അതല്ല, നിന്നെ തട്ടിക്കളയുന്നത് ആരടാ നീ എന്നൊക്കെ ചോദിച്ച് നമ്മുടെ മുറ്റത്ത് വന്ന് വെള്ളം വെച്ച് കഴിഞ്ഞാൽ എന്നാൽ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് നമ്മളെല്ലാവരും കൂടെ ഒന്നായിട്ട് ശത്രുവിനെ ചെറുക്കാനായിട്ട് വലിയ ആവേശത്തോടെ പ്രവർത്തിക്കും. അതിൽ നമ്മൾ പുതിയ പുതിയ സാധനങ്ങൾ കണ്ടുപിടിക്കും, പുതിയ ടെക്നിക്സ് കണ്ടുപിടിക്കും. സൂറത്ത്, കോയമ്പത്തൂർ വന്ന് തിരുപ്പൂരുകാരെ കെട്ടിപ്പിടിക്കും. ഇതെല്ലാം ചെയ്യും നമ്മൾ. അല്ലെങ്കിലോ സൂറത്തിൻ്റെ പാട്ടിന് പോകും, തിരുപ്പൂരിൻ്റെ പാട്ടിന് പോകും. തിരുപ്പൂരുകാരനോട് താൻ സൂറത്തിലൊന്നും പോകും, എനിക്ക് അവിടെ ഒന്നും പോകാൻ കഴിയില്ല, ഇങ്ങനെയുള്ളതും അതിൽ നിന്നൊക്കെ പറഞ്ഞ് ഉറക്കം തൂങ്ങിയിരിക്കും. ഒരു വെല്ലുവിളി വന്നു കഴിഞ്ഞാൽ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഒരുമിക്കും. ഇതാണ് APJ അബ്ദുൽ കലാം ഇങ്ങനെ ആവശ്യപ്പെടാൻ കാര്യം. ഇതിനകത്ത് എനിക്ക് തട്ട് കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളുടെ ഫൈനാൻസ് മിനിസ്റ്റർ ബാലഗോപാൽ പറഞ്ഞു.
കാര്യം സത്യവുമാണ് കേട്ടോ. ഇച്ചിരി അതിശയോക്തി പറഞ്ഞെങ്കിലും കുറച്ചൊരു തട്ട് കേരളത്തിന് കിട്ടും. കാരണം നികുതി താഴത്തേക്ക് പോകുമ്പോൾ സർക്കാരിൻ്റെ വരുമാനം അത്രയും കുറയും. എല്ലാവർക്കും അറിയാമല്ലോ. ഇന്നലെ നിർമ്മലാ സീതാരാമൻ്റെ പത്രസമ്മേളനത്തിൽ ഈ ചോദ്യം വന്നപ്പോൾ അവർ ഉദ്യോഗസ്ഥനോട് മറുപടി പറയാൻ പറഞ്ഞു. ഉദ്യോഗസ്ഥൻ പറഞ്ഞു, ഒരാണ്ടിൽ കേന്ദ്ര സർക്കാരിന് വരുന്ന വരുമാന നഷ്ടം 48,000 കോടിയാണ്. 48,000 crores. ഇതാണ് കേന്ദ്ര സർക്കാരിന് വരുന്ന നഷ്ടം നികുതി ഇനത്തിൽ. കേരള സർക്കാരിന് 8,000 കോടി എന്ന് ബാലഗോപാൽ പറയുന്നു. അത് ശരിയാണ് എന്നെനിക്ക് തോന്നുന്നില്ല. അതിശയോക്തി ഒരുപാടുണ്ടാകാം. ഒരു 1,200 അല്ലെങ്കിൽ 1,300 കോടി ഇത്രയൊക്കെ വരുമാന നഷ്ടം ഉണ്ടാവാം. ഇത് ഉണ്ടാവുന്നതിൽ പരിതപിച്ചിട്ട് കാര്യമില്ലല്ലോ. അത് വരുമാന നഷ്ടം എന്നൊക്കെ പറയുന്നത് ശരിയല്ല. വരുമാനത്തിലെ കുറവ്. നഷ്ടം എന്നൊക്കെ പറയുമ്പോൾ എന്തോ കുഴപ്പം സംഭവിച്ചെന്ന് നമുക്ക് തോന്നും. ആ വാക്കത്ര ശരിയായ വാക്കല്ല. വരുമാനത്തിൽ കുറവ് സംഭവിക്കുമല്ലോ. ജനങ്ങൾക്ക് നിങ്ങൾ ടാക്സ് അളവ് കൊടുക്കുമ്പോൾ സർക്കാരിന് കിട്ടുന്ന ടാക്സ് അത്രയും കുറയും. അത് കുറഞ്ഞതുകൊണ്ട് എന്താ? നിങ്ങൾ മറ്റ് രീതിയിൽ വരുമാനം കണ്ടുപിടിക്കണം. കേരളത്തിൽ മാനുഫാക്ചറിങ് എന്ന് പറഞ്ഞ് ഏർപ്പാടില്ല. ഒരു സംരംഭം തുടങ്ങാൻ നമ്മൾ സമ്മതിക്കുമോ? ഈ ബാലഗോപാൽ അടക്കം അതിന് തുരങ്കം വയ്ക്കും, ടാങ്ക് വയ്ക്കും എന്ന് പറയും പച്ച മലയാളത്തിൽ. ഒരു സംരംഭം തുടങ്ങാൻ, ഒരു പെട്ടിക്കട തുടങ്ങാൻ നമ്മൾ സമ്മതിക്കില്ല. അപ്പോൾ ആ അവസ്ഥയിൽ മാനുഫാക്ചറിങ് കേരളത്തിലില്ല. പിന്നെ എന്താ ചെയ്യുക? ഒന്ന്, നിർലോഭം നമുക്ക് ടാക്സ് കൂട്ടാവുന്നൊരു സാധനം നമ്മുടെ കയ്യിലുണ്ട്. അത് മദ്യമാണ്. അതിൻ്റെ ടാക്സ് ബാലഗോപാൽ ഇപ്പം തന്നെ 600% മറ്റോ ഉണ്ട്. അത് 5,000% മാറ്റി കൂട്ടിക്കുന്നേ. മലയാളി ഒരു തടസ്സവും പറയില്ല. പറഞ്ഞ വിലയ്ക്ക് ഇത് മേടിച്ച് കുടിച്ചോളും. പിന്നെ ഒന്ന് ലോട്ടറിക്ക് 40% ടാക്സാണ് നിർമ്മലാ സീതാരാമൻ പറഞ്ഞിരിക്കുന്നത്. നല്ലൊരു കാര്യമാണ്. ലോട്ടറി ടിക്കറ്റിൻ്റെ വിൽപ്പന വർദ്ധിപ്പിക്കുക. 40% ടാക്സ് ബാലഗോപാലിന് കിട്ടുമല്ലോ. അതങ്ങ് വർദ്ധിപ്പിക്കുന്നു. അതായത് നമ്മൾ അക്ഷയ സെൻറ്ററിൽ നിങ്ങൾക്കൊരു കുന്തം സർക്കാരിലേക്ക് അയക്കണമെങ്കിൽ സ്വന്തം കമ്പ്യൂട്ടറിൽ നിന്ന് ആർക്കും ചെയ്യാം, ഓൺലൈനിൽ എന്നൊക്കെ പറയും. ചെയ്യാൻ നോക്കണം, അത് നടക്കില്ല. നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ ദുരിതമാണ്. അവസാനം നിങ്ങൾ അക്ഷയ സെൻറ്ററിൽ പോകും. ഈ അക്ഷയ സെൻറ്ററിൽ പോകുമ്പോൾ ഓരോ അപ്ലോഡ് ചെയ്യാൻ, ഒരു സാധനം അപ്ലോഡ് ചെയ്യണമെങ്കിൽ 10 ലോട്ടറി ടിക്കറ്റ് എടുക്കണമെന്ന് പറയുക. ഇങ്ങനെയൊക്കെയാണല്ലോ ആൾക്കാരെ പിഴിഞ്ഞ് കാശുണ്ടാക്കുന്നത്. 10 ലോട്ടറി ടിക്കറ്റ് നമ്മൾ 40% വെച്ച് നിങ്ങൾ കണക്ക് കൂട്ടി നമുക്ക് ഭീകരമായ വരുമാനം. സമ്മാനമൊന്നും കൊടുക്കാറില്ല ലോട്ടറിക്ക്. നിങ്ങൾക്കതറിയാമോ? കേരള ലോട്ടറിക്ക് ഒരു 50,000 രൂപയിൽ താഴെയുള്ള സമ്മാനങ്ങൾ ചുമ്മാ ഇങ്ങനെ പത്രത്തിൽ നമ്പർ ഉണ്ടാകും എന്ന് പറഞ്ഞാൽ അതൊന്നും കൊടുക്കാറില്ല. ആ നമ്പറുകളൊന്നും വിറ്റിട്ടില്ല. അതാണ് യാഥാർത്ഥ്യം. അച്യുതാനന്ദൻ്റെ കാലം, ഞാൻ നിങ്ങളോട് സത്യസന്ധമായിട്ട് പറയുകയാണ്, അച്യുതാനന്ദൻ്റെ കാലം വരെ ഏകദേശം സത്യസന്ധമായിട്ട് ഇത് പൊക്കോണ്ടിരുന്നു. അച്യുതാനന്ദൻ മഹാനായതുകൊണ്ടല്ല, അത് അങ്ങനെയായിരുന്നു. അച്യുതാനന്ദൻ്റെ ഇടയ്ക്ക് ഇതിലൊരു കണ്ണും വയ്ക്കുമായിരുന്നു. എടോ, താഴെയുള്ള 5,000 രൂപ, 1,000 രൂപ, 10,000 രൂപ ഇങ്ങനെയുള്ള ടിക്കറ്റ് എടുത്തവർക്ക് വല്ലതും കൊടുക്കുന്നുണ്ടോ താൻ എന്നൊക്കെ വിളിച്ച് ചോദിക്കുമായിരുന്നു. പിന്നീട് ആ ചോദ്യമില്ല, പറച്ചിലുമില്ല, ഒന്നുമില്ല. ഇപ്പോൾ 1ാം സമ്മാനം നാരായണൻകുട്ടി എന്ന് പറഞ്ഞിട്ടൊരു പേര് വരും. ഈ നാരായണൻകുട്ടിക്ക് തന്നെ ഇത് കിട്ടിയെന്ന് നമുക്കറിയാമല്ല. ആരും പത്രത്തിൽ പേര് വരാതിരിക്കാൻ നോക്കും. ലോട്ടറി പൊതുവെ പ്രൈവറ്റായിട്ട് വയ്ക്കുന്ന ഇൻഫർമേഷനാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഭീമമായ വരുമാനമാണ് ലോട്ടറിയിൽ നിന്ന് കേരള സർക്കാരിനുണ്ടാകുന്നത്. ഓരോ ലോട്ടറി ടിക്കറ്റ് വിൽക്കുമ്പോഴും അതിൻ്റെ 40% ടാക്സായിട്ട് സർക്കാരിന് കിട്ടിക്കൊണ്ടിരിക്കും. ബാലഗോപാല ചുമ്മാ എണ്ണ തേപ്പിക്കുന്ന അങ്ങോട്ട്. ഈ ലോട്ടറി ടിക്കറ്റ് പിടിപ്പിക്ക്, വേണ്ടാത്തവൻ്റെ അടുത്ത് ഇരിക്കട്ടെ ചേട്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് പിടിപ്പിക്കുക. മദ്യത്തിന് തോന്നിയവാസം വില കൂട്ടുക. ഇതൊക്കെയാണ് ബാലഗോപാലിന് കാശുണ്ടാക്കാനുള്ള വഴി. പിന്നെ MVD ഉണ്ട്, മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ്. ചുമ്മാ കാശ് മേടിക്കുന്നത്. നിങ്ങൾ AI ക്യാമറയിലൊക്കെ ഇരിക്കുന്നത്, അതിൽ 2-3 തവണ ഫൈൻ അടിക്കുക. കുറേ ഫൈൻ കിട്ടും, കുറേ കിട്ടില്ല. പോലീസുകാർക്കും ഈ MVDക്കാർക്കും മോട്ടോർ വാഹന ഡിപ്പാർട്ട്മെൻറ്റ് അവർക്കുമൊക്കെ ഇപ്പം തന്നെ കൊടുത്തിരിക്കുന്ന പോലെ ആ ടാർഗറ്റ് അങ്ങ് കൂട്ടിക്കൊടുക്കുക. ആൾക്കാർ ബെൽറ്റ് ഇട്ടില്ല, തൊപ്പി വെച്ചില്ല, മറ്റത് വെച്ചില്ല, മറിച്ച് വെച്ച് ചുമ്മാ അങ്ങോട്ട് പിഴിഞ്ഞ് മേടിക്കുക കാശ്.
8,000 കോടിയൊക്കെ ഒറ്റ ദിവസം കൊണ്ട് കേരളത്തിലുണ്ടാക്കാം, അടിച്ച് പെരുക്കാമെന്ന് ബാലഗോപാലൻ ധൈര്യമായിട്ടിരിക്കുന്നു. നിങ്ങൾ ഇതുവരെ കാശുണ്ടാക്കിക്കൊണ്ടിരുന്ന ചില മാർഗ്ഗങ്ങളില്ലേ, ആ മാർഗ്ഗങ്ങളിലൂടെ ഇനിയും കാശുണ്ടാക്കിയാൽ മതി. ടാക്സ് എന്ന് പറഞ്ഞിട്ട് ഇനി പിരിക്കാൻ നോക്കണ്ട. നിങ്ങൾ കൊള്ളയടിക്കുന്നുണ്ട്, അതടിച്ചോ. കേരളത്തിലെ ജനങ്ങൾക്കത് ഇഷ്ടമാണ്, അവർ നിങ്ങൾക്ക് വോട്ട് ചെയ്യുന്നുണ്ട്, നിങ്ങൾ വീണ്ടും മന്ത്രിയാകുന്നുണ്ട്. നിങ്ങൾ പിഴിയുന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ശരി, പിഴിഞ്ഞോ. ബട്ട് ലെജിറ്റിമേറ്റ് മെത്തേഡ് ഇങ്ങനെ പറ്റുള്ളൂ എന്നാണ് എല്ലാ സംസ്ഥാനങ്ങളും നിങ്ങളടക്കം കൈപൊക്കിയതാണ് ഈ ടാക്സ് സ്ട്രക്ചറിന്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞു അല്ല അത് ഞങ്ങൾക്ക് ടാക്സ് കുറയും, അപ്പോൾ അതിനെ കോമ്പൻസേറ്റ് ചെയ്യണം. എന്ത് കോമ്പൻസേറ്റ് ചെയ്യാൻ? 10 പൈസ കൊടുക്കരുതെന്ന് ഞാൻ പറയും. 10 പൈസ കൊടുക്കരുത്. ജനങ്ങൾക്ക് ഒരളവ് കൊടുക്കുമ്പോൾ ആ ഇളവ് കൊടുത്തതിൻ്റെ നഷ്ടപരിഹാരം എനിക്ക് വേണമെന്ന് പറയും. ഇതെന്ത് പരിപാടി? നാളെ ഇതെല്ലാം കൂടെ കേന്ദ്ര സർക്കാർ പറയുകയാണ്, മറ്റ് സംസ്ഥാനങ്ങളൊക്കെ ചേർന്ന് പറയുകയാണ് ഒരു സാധനത്തിനും ഒരു ടാക്സും വേണ്ട എന്ന് പറയുമ്പോൾ ബാലഗോപാൽ പറയും അല്ല കഴിഞ്ഞ വർഷം എനിക്ക് 28,000 കോടി ടാക്സ് പിരിഞ്ഞ് കിട്ടിയിരുന്നു, ആ 28,000 കോടി എനിക്കിതാ. ഇതെന്ത് എനിക്ക് മനസ്സിലാവണില്ല. നിങ്ങൾക്ക് എന്തിനാ കാശ്? വികസനത്തിൻ്റെ കാശിൻ്റെ അത് ഒരു 10 വീഡിയോ ചെയ്ത് അത്തകയില്ല ഇവരുടെ വികസനം കൊണ്ട്. അതുകൊണ്ട് ബാലഗോപാലിൻ്റെ ഈ ഫൂളിഷ് ടോക്കൊക്കെ നിർത്തിവെക്കുക. മനസ്സിലായോ? നിങ്ങൾക്ക് കൊള്ളയടിക്കാൻ ചില ഐറ്റംസ് തന്നിട്ടുണ്ട്, മദ്യം തന്നിട്ടുണ്ട്, ലോട്ടറി തന്നിട്ടുണ്ട്, മറ്റേ ഗുഡ്ക, സിഗരറ്റ്, കുന്തം, കുറുടിയൊക്കെ അതിൽ കാശുണ്ടാക്കും. 40% അതിനും ടാക്സ്. സിൻ ടാക്സ് എന്ന് പറയും. അത് ഒരു മോശം അവനവൻ്റെ ശരീരത്തെ നശിപ്പിക്കുന്നതായതുകൊണ്ട് അത് മഹാപാപമാണ് എന്ന് കരുതിക്കൊണ്ട് സിൻ എന്നതിനെ വിളിക്കുന്നു. സിന്നിന് ഒരു ടാക്സ് ഉണ്ട്, ആ ടാക്സാണ് 40%. സിഗരറ്റ്, ഗുഡ്ക, പാൻ മസാല, മറ്റേ ഞെരടി തിന്നുന്നതുകൊണ്ടല്ലോ ജർദ, ഇതിനൊക്കെ ടാക്സ് ഉണ്ട്. മറ്റേ കഫിനേറ്റഡ് വാട്ടർ എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ എന്തോ കുടിക്കാനുള്ള സാധനങ്ങളൊക്കെ കിട്ടുമല്ലോ, കൊക്കക്കോള പോലത്തെ. കൊക്കക്കോളയ്ക്ക് ഇത് ആപ്ലിക്കബിൾ ആണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതുപോലത്തെ പല പാനീയങ്ങൾ, ഇവയ്ക്കെല്ലാം 40% ഉണ്ട്. അതൊക്കെ ജനങ്ങളെ കുടിപ്പിക്കുവാല അങ്ങോട്ട് അടിച്ച് മിന്നട്ടെ എന്ന് ആൾക്കാർ. അപ്പോൾ നിങ്ങൾക്ക് കാശ് കിട്ടും. അങ്ങനെയല്ലാതെ നേരെ ചൊവ്വേ നിങ്ങൾക്ക് കാശുണ്ടാക്കാൻ സാധ്യമല്ല. ഏതായാലും ഉർവശി ശാപം ഉപകാരം എന്ന് പറഞ്ഞ പോലെ ട്രംപിൻ്റെ ഈ താരിഫ് ഒരനുഗ്രഹമായിട്ട് ഇന്ത്യൻ ജനതയും ഭരണകൂടവും മാറ്റിയിരിക്കുന്നു. മോദിജിക്ക് ജയ്. താങ്ക് യു.